നമസ്കാരം. ഇറാൻ യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമ്പോൾ ട്രംപിനെ ഇത്ര പെട്ടെന്ന് ഏറ്റവും ഒടുവിലത്തെ ഭീഷണിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്തായിരിക്കും എന്ന ആകാംക്ഷ അവസാനിക്കുന്നേയില്ല. നമ്മൾ നേരത്തെ ഒരുപാട് കാരണങ്ങൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമായി ട്രംപിന് നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം മുതൽ ഏറ്റവും ഒടുവിൽ ഇറാന്റെ പ്രതിരോധം വരെ നീളുന്ന കാര്യങ്ങൾ. അതെന്തായാലും അതിന് കാരണമായ ചില US-ന്റെ ചില ആശങ്കകളുണ്ട്. അതൊരർത്ഥത്തിൽ അമേരിക്കയുടെ ലോക പോലീസ് പരിപാടിക്ക് മേലേറ്റ കനത്ത ആഘാതം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതുകൂടി പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇനി ഒരു രാജ്യത്തിന് നേരെ US തങ്ങളുടെ ആയുധക്കരുത്ത് പുറത്തെടുത്ത് യുദ്ധഭീഷണി മുഴക്കിയാൽ ഇറാൻ യുദ്ധം അവർക്കൊരു ഇരുണ്ട ഓർമ്മയായി അവരുടെ മുന്നിൽ നിൽക്കും എന്നുറപ്പാണ്. ഇറാനിൽ US-ന്റെ പദ്ധതികൾ പാളിപ്പോയതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? പാശ്ചാത്യ നിർമ്മിത സാങ്കേതിക വിദ്യകളുടെ ലോകാധിപത്യം തകരുകയാണോ? തങ്ങളുടെ രഹസ്യം അതീവ രഹസ്യമാണ് എന്ന് കരുതി മുന്നേറുന്ന US-ന്റെയും ഇസ്രായേലിന്റെയും അടക്കമുള്ള സംവിധാനങ്ങളെ മറികടക്കാൻ കെൽപ്പുള്ള ശക്തികൾ ലോകത്ത് രൂപപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഉണ്ടായിരിക്കുന്നു എന്നാണ്, അത്തരമുള്ള ശക്തികൾ ഒരുമിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ യുദ്ധം തെളിയിക്കുന്നത്. ലോകോത്തരം എന്ന് കരുതിയ പാശ്ചാത്യ നിർമ്മിത സാങ്കേതിക വിദ്യകളെ ചോർത്തിയെടുക്കാൻ കെൽപ്പുള്ള ശക്തികൾ ഇറാൻ യുദ്ധത്തിൽ ഇറാനൊപ്പം അണിനിരന്നു എന്ന തിരിച്ചറിവാണ് യുദ്ധത്തിന്റെ ഇടവേളയിൽ US-നെ ഏറ്റവും അധികം ആകുലപ്പെടുത്തുന്നത്. അതിൽ രണ്ട് രാജ്യങ്ങളുടെ ഇടപെടൽ, നേരത്തെ നമ്മൾ പല വിധത്തിൽ ചർച്ച ചെയ്ത രണ്ട് രാജ്യങ്ങൾ, ഇറാനൊപ്പം പല സഹായങ്ങളിലൂടെ ഒപ്പം നിന്ന റഷ്യയും ഒപ്പം ചൈനയും. ചോർത്തിയെടുക്കുന്ന സാങ്കേതിക വിദ്യകളെ ഇറാനിയൻ ഡ്രോണുകളിലും മിസൈലുകളിലും സന്നിവേശിപ്പിക്കാനും എന്നിട്ട് അതുകൊണ്ട് തിരിച്ചടിക്കാനും ഇറാന് കഴിഞ്ഞു. ഈ യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിൽ 2000 കിലോമീറ്ററുകൾ ദൂരെയുള്ള ഇസ്രായേൽ നഗരങ്ങൾ മുതൽ അയൽ രാജ്യങ്ങളിൽ വരെ ഇറാൻ മിസൈൽ, ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് US-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ്. വളരെ സിമ്പിളായി തീർത്ത് 6 ആഴ്ചക്കകം ഇതാ മടങ്ങി വരാൻ വേണ്ടി സൈന്യത്തെ ഏൽപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചയാളാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാത്ത വിധം അവർ സ്തംഭിച്ചു നിന്നു. മിക്ക സാഹചര്യങ്ങളിലും CIA-യെയും മൊസാദിനെയും വരെ തോൽപ്പിച്ച പദ്ധതികളാണ് ഇറാൻ നടപ്പാക്കിയത്. ഒന്ന് ഭരണകൂട അട്ടിമറി, മറ്റൊന്ന് ഇറാൻ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക, ഒരു പാവ സർക്കാരിനെ നിയോഗിക്കുക. ഇതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പക്ഷേ ഒന്നും നടന്നില്ല. പരമോന്നത നേതാവിനെ പുല്ലുപോലെ പോയി കൊന്ന് തിരിച്ചു വന്നു ഇസ്രായേൽ. പക്ഷേ പിൻഗാമിയായി ചുമതല ഏറ്റെടുത്ത മുജ്തബയുടെ പൊടി പോലും ഇതുവരെ കണ്ടെത്താനായില്ല. എവിടെയെന്ന് സ്ഥിരീകരിക്കാൻ മൊസാദിനും CIA-ക്കും കഴിഞ്ഞില്ല. ഇത് ഇസ്രായേലിനും US-നും ഒരുപോലെ നാണക്കേടായി നിൽക്കുകയാണ്. റഡാറുകൾക്ക് പോലും കണ്ടെത്താനാകാത്ത യുദ്ധവിമാനങ്ങൾ F-15, F-35, A-10 ഒക്കെ പുല്ലുപോലെ ഇറാൻ വെടിവെച്ചിട്ടു. ഇതെല്ലാം എങ്ങനെ ഇറാൻ സാധിച്ചു? ഇറാന് ഒറ്റയ്ക്ക് അതിനൊന്നും കഴിയില്ല. ലോകം മനസ്സിലാക്കാത്ത രണ്ട് അദൃശ്യകരങ്ങൾ ഇറാന്റെ ഇരുഭാഗത്തും ഉണ്ടായിരുന്നു എന്നതാണ് US-നെ ഭയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രത്യക്ഷമായോ പരോക്ഷമായോ അത്രയധികം വെല്ലുവിളികളെ യുദ്ധങ്ങൾക്കിറങ്ങി തിരിച്ചാൽ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരാറില്ല. അവർ പോയടുത്തെല്ലാം പൊടി പറത്തി തിരിച്ചെത്തി. മരണവും നഷ്ടവും അവിടങ്ങളിൽ ഉണ്ടായെങ്കിലും US തീരുമാനിച്ച് മതിയാക്കിയ യുദ്ധങ്ങളായിരുന്നു എല്ലാം. എന്നാൽ ഇറാൻ യുദ്ധം അങ്ങനെയല്ല. ഏറ്റവും ഒടുവിൽ ട്രംപിന് പ്രഖ്യാപിച്ച ഇടവേളയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചയിലെ സമാധാന നിർദ്ദേശങ്ങളായി ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട 10 എണ്ണവും ഇറാൻ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഇറാൻ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ട്രംപും US-ഉം കരുതുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഏറ്റവും ഒടുവിലെ തൻ്റെ ഈ സമാധാന പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാകുന്നത്. ഇനി 10-ാം തീയതി നടക്കുന്ന ചർച്ചയും അതിൻ്റെ തുടർ ചർച്ചകളും ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ്. അങ്ങനെ US കരുതുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ വലിയ ശക്തികളെ കൂടി അദ്ദേഹം മുന്നിൽ കാണുന്നു. അതുകൊണ്ടാണ് ഇറാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് ട്രംപിനും US-നും തോന്നിയത് എന്ന് വേണം കരുതാൻ. ഇത്തവണ പക്ഷേ പ്രത്യക്ഷ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ വമ്പൻ ആഘാതമേൽപ്പിക്കാൻ കഴിയുന്നവരായി ലോകശക്തികൾ. അമേരിക്കയും ഇസ്രായേലും കരുതിയിരുന്നതിനും അപ്പുറത്തെ തിരിച്ചടി നേരിടാൻ കാരണമായതും ഇനി അങ്ങോട്ട് അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവ് അവർക്ക് സമ്മാനിച്ചതും ഈ രണ്ട് രാജ്യങ്ങൾ തന്നെ, ചൈനയും റഷ്യയും. റഷ്യയുടെ കാര്യത്തിൽ തുടക്കത്തിലെ US-ന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ചൈന ഒരു തരത്തിലും പിടികൊടുത്തില്ല. മാത്രമല്ല US-ന്റെ രഹസ്യ നീക്കങ്ങളെ പോലും പൊളിക്കുന്ന അസാധാരണ പിന്തുണയാണ് അദൃശ്യ ശക്തിയായി നിലകൊണ്ട് ചൈന ഇറാന് നൽകിയത്. ഇപ്പോൾ ഇറാന്റെ കളികൾ പലതും തന്ത്രപൂർവ്വമുള്ളതും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഉള്ളതുമാണ് എന്ന് US മനസ്സിലാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതൊക്കെ തലത്തിലാണ് ഈ സഹായം റഷ്യയും ചൈനയും അവർക്ക് നൽകിയത്? ഇറാൻ യുദ്ധത്തിൽ അവരുടെ ഇടപെടലുകൾ എന്തായിരുന്നു? ഇതൊക്കെ വലിയ ആകാംക്ഷയാണ്. ഇറാൻ ഹോർമുസിൽ കേന്ദ്രീകരിച്ച് കളിക്കുന്നത് അവരുടെ തന്ത്രമായിരുന്നു എന്ന നിഗമനത്തിലാണത്രേ ഒടുവിൽ CIA എത്തിയത്. ആദ്യഘട്ടങ്ങളിൽ ആയുധങ്ങളുടെ അഭാവവും സൈനിക ശക്തിയുടെ ദൗർബല്യവും ഒക്കെ നിരത്തി US വമ്പൻ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് ഇറങ്ങിത്തിരിച്ചത് ഇറാന് മേൽ.
എന്നാൽ US പദ്ധതികൾ പൊളിച്ചുകൊണ്ട് അവനാഴിയിൽ വമ്പൻ യുദ്ധ പദ്ധതികൾ ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പരിമിതമാണ് എന്ന് തോന്നിപ്പിച്ച് കുരുക്കിലാക്കുകയായിരുന്നു എന്ന് പിന്നീടുള്ള അനുഭവങ്ങൾ വഴി അവർ തിരിച്ചറിഞ്ഞു. ഉള്ള സൗകര്യത്തിൽ GCC രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിലും ഇസ്രായേലിലും വമ്പൻ നാശനഷ്ടമാണ് ഇറാൻ ഉണ്ടാക്കിയത്. ഒടുവിൽ ഹോർമുസിൽ കേന്ദ്രീകരിച്ച് യുദ്ധഗതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റു പദ്ധതികൾ ഇറാന്റെ മനസ്സിലുണ്ട് എന്ന് CIA സംശയിച്ചു. US സൈനിക രഹസ്യങ്ങളിൽ പലതും ഇറാൻ പൊളിച്ചു കാണിക്കുകയും ചെയ്തു. അതിനാധാരമായി അവർ റഷ്യൻ രഹസ്യ വിവരങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു എന്നതാണ് US ഞെട്ടിച്ച തിരിച്ചറിവ്. റഷ്യൻ ഉപഗ്രഹങ്ങൾ ശേഖരിച്ച വിവരങ്ങളാണ് ഇറാൻ ആധാരമാക്കുന്നത് എന്നാണ് CIA കരുതുന്നത്. യുക്രൈനിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഈസ്റ്റിലടക്കം അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും സഖ്യകക്ഷികളുടെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ റഷ്യ ശേഖരിച്ചിട്ടുണ്ട്. റഷ്യൻ ഉപഗ്രഹങ്ങൾ വഴി സർവേ നടത്തിയിട്ടുണ്ട് അവർ. മാർച്ച് 21-നും 31-നും ഇടയിൽ 11 രാജ്യങ്ങളിലായി 24 തവണ ഉപഗ്രഹ സർവേ റഷ്യ നടത്തി. ഇതിൽ അമേരിക്കൻ താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവ ഉൾപ്പെടെ 46 തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു. റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ പ്രദേശങ്ങളുടെ മാപ്പുകൾ തയ്യാറാക്കി ദിവസങ്ങൾക്കകം ഇറാൻ അവിടങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇതാണ് US ഞെട്ടിച്ച റിപ്പോർട്ട്. കാരണം റഷ്യ അവരുടെ രീതിയിൽ നടത്തുന്ന വിവരങ്ങൾ, ലഭ്യമാക്കുന്ന വിവരങ്ങൾ ഇറാന്റെ കയ്യിൽ എത്തുന്നു, ആക്രമണം നടത്തുന്നു. മാർച്ച് 27-ന് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി റഷ്യൻ ഉപഗ്രഹം അവിടെയുള്ള US E-3 സെൻട്രി വിമാനത്തിന്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു. ആക്രമണത്തിന് ശേഷം നാശനഷ്ടം വിലയിരുത്താൻ റഷ്യൻ ഉപഗ്രഹങ്ങൾ വീണ്ടും ആ പ്രദേശം നിരീക്ഷിച്ചതായും യുക്രൈൻ പറയുന്നു. അതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്കിലെ റഷ്യൻ ഇടപെടൽ. യുദ്ധം എണ്ണ വിതരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അമേരിക്കൻ, ഇസ്രായേൽ കപ്പലുകൾക്ക് ഇറാൻ ഹോർമൂസിൽ വിലക്കേർപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ലോകത്തെ എണ്ണ വിതരണത്തിലെ അമേരിക്കൻ ആധിപത്യത്തിന് ആഘാതമേറ്റു. അതിനിടയിൽ US ഉപരോധവും അമേരിക്കൻ ആധിപത്യവും നിമിത്തം ഇടഞ്ഞു നിന്ന റഷ്യൻ എണ്ണയ്ക്ക് വൻ ഡിമാൻഡ് ഉണ്ടായി. സകല ഇടപെടലുകളും റഷ്യ നടത്തി. അതിൻ്റെ കൂടി സാധ്യത പരിഗണിച്ച് ഹോർമുസിൽ ഇറാന് വേണ്ടി കപ്പൽ ഗതാഗതവും സൈനിക നീക്കങ്ങളും ഉപഗ്രഹങ്ങൾ വഴി റഷ്യ നിരീക്ഷിച്ചതായാണ് പാശ്ചാത്യ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ കണ്ടെത്തിയത്. ഉപഗ്രഹ വിവരങ്ങൾ ശേഖരിക്കുകയും പങ്കുവെക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, സൈബർ മേഖലയിൽ റഷ്യൻ ഇറാനിയൻ ഹാക്കർമാർ സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് യൂറോപ്പിന്റെ സുരക്ഷയെയും ബാധിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. മറ്റൊന്ന് ഇറാന്റെ ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള യുദ്ധമേഖലയിലെ ഇടപെടലുകളാണ്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് US വീമ്പിളക്കിയ വമ്പൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ ഇങ്ങനെ പോയി വെറുതെ വെടിവെച്ചിട്ടത് US ഞെട്ടിച്ചു, ലോകത്തെ ആകെ ഞെട്ടിച്ചു. ചൈനീസ് സഹായത്തോടെ മാത്രമേ ഇത്തരമൊരു നീക്കം ഇറാന് നടത്താൻ കഴിയൂ എന്നപ്പോൾ തന്നെ യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തിയതാണ്. വിവരസാങ്കേതിക ശൃംഖലയിലെ ചൈനീസ് സ്വാധീനം ഇറാൻ യുദ്ധത്തിലും ഗുണകരമായി ഉപയോഗിച്ചു എന്നാണ് വിലയിരുത്തൽ. സ്മാർട്ട് ഫോണുകളിലും ഡ്രോണുകളിലും മറ്റും ഉപയോഗിക്കുന്ന സെൻസറുകൾ, സാറ്റലൈറ്റ് നാവിഗേഷൻ മൊഡ്യൂളുകൾ എന്നിവ ചൈന വഴി ഇറാനിൽ എത്തുന്നു എന്നാണ് നിഗമനം. US യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം രാജ്യാന്തര തലത്തിൽ ഇറാനെ ഉപരോധിച്ച് നിർത്തിയപ്പോൾ ചൈനയാണ് സഹായമായെത്തിയത്. ഈ സാഹചര്യം യുദ്ധകാലത്തും അവർ പ്രയോജനപ്പെടുത്തി. ഈ മേഖലയിൽ ഇറാനെ വഴികാട്ടിയ നിർണായക ഇടപെടൽ ഉണ്ടായത് ചൈനയുടെ ബെയ്ഡു വഴിയാണ്. അമേരിക്കയുടെ GPS ഉണ്ടല്ലോ, അതിന് ബദലായി ചൈന വികസിപ്പിച്ചെടുത്ത ആഗോള നാവിഗേഷൻ സിസ്റ്റമാണ് ബെയ്ഡു. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിട്ട് പോകുമ്പം GPS ആശ്രയിക്കുന്നത്. എന്നാൽ അമേരിക്ക ഈ ആധിപത്യത്തിൽ അവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഈ GPS സംവിധാനത്തെ മറ്റ് രാജ്യങ്ങളിൽ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ചൈന അതിന് ബദലായി അവരുടെ ശക്തിയായി അവർ കണ്ടുപിടിച്ചതാണ് ബെയ്ഡു. 2021 ഉപയോഗിച്ചു തുടങ്ങിയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സൈനിക രംഗത്ത് ബെയ്ഡു വലിയ വഴിത്തിരിവായി. തായ്വാൻ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അമേരിക്ക ചൈനയുടെ മുമ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കി. എങ്ങനെയാണ്? അന്ന് GPS ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൈന ഈ തായ്വാൻ പ്രതിസന്ധി ഘട്ടത്തിൽ ചൈനയെ കുഴപ്പത്തിലാക്കാൻ അമേരിക്ക GPS സംവിധാനം തകരാറിലാക്കി എന്ന് പറഞ്ഞാൽ ചൈനയെ കുരുക്കാൻ വേണ്ടി വിച്ഛേദിച്ചു പല ഘട്ടങ്ങളിൽ. അപ്പോൾ ചൈനീസ് സൈന്യത്തിന് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിരോധ സംവിധാനം കുഴപ്പത്തിലായി. അങ്ങനെ അവർ സ്വന്തം ഒരു സംവിധാനം കണ്ടെത്തിയതാണ് ബെയ്ഡു. അങ്ങനെ അവർ സ്വന്തമായി കണ്ടെത്തിയ ബെയ്ഡു GPS വെല്ലുന്ന വഴികാട്ടിയായി വളർന്നു. ബെയ്ഡുവിൻ്റെ 2ാം പതിപ്പ് ഉപയോഗിക്കാൻ ഇറാനുമായി 2015 തന്നെ ചൈന കരാറിലെത്തിയിരുന്നു. 25 വർഷത്തെ തന്ത്രപരമായ കരാറും ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തെ ആഴത്തിൽ സ്വാധീനിക്കും വിധത്തിൽ അന്ന് രൂപം കൊണ്ടു. ഇറാൻ യുദ്ധത്തിൽ അത് നിർണായക വഴിത്തിരിവായി. US അവരുടെ GPS വഴിയല്ലാത്ത നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു രാജ്യത്ത് യുദ്ധത്തിന് ഇറങ്ങിയെന്ന് വെച്ചോ. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഇറാൻ യുദ്ധം മനസ്സിലാക്കി കൊടുത്തു. US സൈന്യത്തെ വഴിതെറ്റിക്കാൻ വരെ ബെയ്ഡു ഉപയോഗിച്ച് ഇറാൻ തന്ത്രം പയറ്റി.
ബെയ്ഡു വഴി ഇറാൻ നിർമ്മിക്കുന്ന സിഗ്നലുകളാണ് US-ന്റെ പല പദ്ധതികളും പൊളിച്ചത് തന്നെ. ചുരുക്കത്തിൽ ഇറാനൊപ്പം റഷ്യയും ചൈനയും ചേർന്ന് കെട്ടിപ്പടുത്ത സഖ്യം US-നും ഇസ്രായേലിനും മുന്നോട്ടുള്ള പോക്കിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നർത്ഥം. പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള തന്ത്രപ്രധാന മുന്നേറ്റമാണ് ഇറാൻ യുദ്ധത്തിലൂടെ അവർ ലക്ഷ്യമിട്ടത്. എന്നാൽ ചൈനയെ മറികടന്ന് അത് സാധ്യമല്ല എന്ന് US തിരിച്ചറിയുകയാണ്. ഒപ്പം റഷ്യയും ഇറാനും ചേർന്ന് വലിയൊരു സഖ്യമായി അത് അടയാളപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഇസ്രായേൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ തിരിച്ചടികളാൽ വലഞ്ഞു. ഒടുവിൽ US-ന്റെ തലയിൽ യുദ്ധം ചെന്നുപെട്ടു. ഒടുവിൽ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കാൻ ട്രംപ് ഇറങ്ങിത്തിരിച്ചു. ഏറ്റവും ഒടുവിൽ ഭീഷണിയുടെ അവസാന നിമിഷം തൽക്കാലം 2 ആഴ്ചത്തേക്ക് സമാധാനം പ്രഖ്യാപിച്ചു. US-നെ സംബന്ധിച്ച് ഇതുവരെ പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാക്കും മട്ടിലുള്ള ഒരു തിരിച്ചടിയാണ് ഇറാൻ യുദ്ധം അവർക്ക് സമ്മാനിച്ചത്. അത് സാമ്പത്തികമായും തന്ത്രപരമായും ഒക്കെ നഷ്ടക്കച്ചവടമായി. എണ്ണ വിതരണ മേഖലയിലെ ആധിപത്യത്തിലും ഉലച്ചിൽ തട്ടി. ഒപ്പം യുദ്ധതന്ത്രങ്ങളിൽ US-ന്റെ ആധിപത്യം എന്ന പതിവ് പല്ലവിക്ക് കോട്ടം തട്ടി. ചൈനയും റഷ്യയും അവിടെ ഉരുക്കു കോട്ടയായി അദൃശ്യ ശക്തിയായി നിന്നു. മാത്രമല്ല, ചൈനയെ പോലെ മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ സംയമനം പാലിക്കുന്ന ഒരു രാജ്യം പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ടല്ലാതെ US-നെ തോൽപ്പിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു രാജ്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തു ഇറാൻ യുദ്ധം. റഷ്യ ഇടപെട്ടതുപോലെ ഒരു ഘട്ടത്തിലും പരസ്യമായ ഇടപെടൽ ചൈന സ്ഥിരീകരിച്ചിരുന്നില്ല. റഷ്യ പല രീതിയിലും, ഉദാഹരണത്തിന് മുജ്തബയെ രക്ഷിക്കുന്നതിലടക്കം സഹായം നൽകി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. എന്നാൽ ചൈന പ്രസ്താവനകളിലൂടെ മുജ്തബയ്ക്ക് സ്ഥാനമേറ്റപ്പോൾ ആശംസ നേർന്നതോ അല്ലെങ്കിൽ UN-ൽ ഇങ്ങനെ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ ആധിപത്യം നടത്തി ആക്രമണം നടത്തരുത്, യുദ്ധം ഇരു കക്ഷികളും അവസാനിപ്പിക്കണം എന്നതൊക്കെയായ പ്രസ്താവനകളാണ് ചൈന നടത്തിയിരുന്നത്. മറ്റൊരു തരത്തിലും ഇടപെട്ടില്ല. പക്ഷേ ഇറാൻ പ്രതിരോധത്തിലും US-നുണ്ടായ പല തിരിച്ചടികളിലും ചൈനീസ് സ്വാധീനം വ്യക്തമായി. അതുകൊണ്ട് ഏപ്രിൽ 10 നടക്കുന്ന സമാധാന ചർച്ചയിലും US-ന്റെ രണ്ടും കൽപ്പിച്ചിട്ടുള്ള മുന്നോട്ടുപോക്കിന് ആ അദൃശ്യ സഖ്യം വിലങ്ങുതടിയാകും എന്നുറപ്പാണ്. ഇടവേള കഴിഞ്ഞ് യുദ്ധം തിരിച്ചു വരാതിരിക്കട്ടെ. ഏതു മട്ടിലും ലോകത്ത് സമാധാനം പുലരട്ടെ. ഇറാനിൽ ഇനിയും ജനതയുടെ ജീവൻ പിടഞ്ഞു വീഴാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.